ഓൾ റൈറ്റ്, സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി പറയണം, കാരണം ഒരുപാട് നാളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. കാരണം നമ്മൾ കാനഡയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നാട്ടിലുള്ള ആംപ്ലിഫയർ അസംബ്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നാട്ടിലുള്ള നമ്മുടെ ബ്രാൻഡ് പല പല ബ്രാൻഡുകളുടെ ബോർഡൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുമായിരുന്നു, അതിൻ്റെ റിവ്യൂസും നമുക്ക് ഇടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള വീഡിയോസും ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്ന പല ക്ലാസ് ബി ആംപ്ലിഫയറുകളുടെ റിവ്യൂസൊക്കെയാണ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം, അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള എന്തായാലും ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് നമ്മൾ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാഗ് വന്നത് തീർച്ചയായിട്ടും നമുക്ക് കാലങ്ങൾ കടന്നു പോകുന്നതോറും പ്രായമാകുന്നതോറും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഏകദേശം 1 മാസത്തോളം ആവുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്ന ഇപ്പം 1.5 വർഷത്തോളം ആവുന്നു ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യണം എന്നുള്ള രീതിയിൽ നാട്ടിലാണെങ്കിൽ ഈസിയാണ് നമുക്ക്, കാരണം ഒരു റെസിസ്റ്റർ വാങ്ങാനാണെങ്കിൽ പോലും ഒരു കടയിൽ ചെന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഒരു ഓങ്കിയുടെ ഒരു സബ് വൂഫറിൻ്റെ ഇളക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോർഡും ട്രാൻസ്ഫോമറും ഒക്കെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ നമ്മൾ എന്തായാലും നമ്മൾ ചെയ്യും. അത് പറഞ്ഞാൽ ക്യാബിനൊന്നും നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ജിടെക്കിൻ്റെ ക്യാബിന്, പിന്നെ അക്രിലിക് ഫ്രണ്ട് പാനൽ, അതൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നില്ല. ഉള്ള പരിമിതിയിൽ വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ എന്തായാലും അസംബിൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് 1 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു ടോൺ കൺട്രോൾ ബോർഡാണ് ഇത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഇവിടെയുള്ള ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എനിക്കൊന്ന് $12 എങ്ങോട്ടാണെന്ന് തോന്നുന്നു, $12-13 എങ്ങോട്ടാണ് ഉള്ളത്. ഞാൻ ഇത് വാങ്ങാനുള്ള കാരണം, ഈ ഒരു ബോർഡ് തന്നെ വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ സപ്ലൈ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോമറൊക്കെ വാങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും സെറ്റിന് എടുക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതാകുമ്പോൾ നമുക്കൊരു 12 വോൾട്ട് അഡാപ്റ്റർ അല്ലെങ്കിൽ ഒരു 24 വോൾട്ട് അഡാപ്റ്ററൊക്കെ കൊടുത്തത്. കാരണം ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച് വരുന്നത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ DC സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 899 രൂപയ്ക്കാണ് ഇപ്പോൾ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങളത് വാങ്ങൂ എന്നുള്ളത് തീർച്ചയായിട്ടും പേഴ്സണലായിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ്. പക്ഷേ ആമസോണിൽ നിന്ന് ബോർഡൊക്കെ വാങ്ങുന്നവർക്കാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 899 രൂപയാണ്. പിന്നെ ഡെലിവറി ചാർജൊക്കെ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ. അപ്പോൾ ഇത് എക്സാക്റ്റ് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ സെയിം എക്സാക്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബ്രാൻഡിങ് കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ചൈനയിൽ നിന്ന് വരുന്ന പക്ക ചൈനീസ് പ്രോഡക്റ്റാണ്. നമുക്കിവിടെ ചൈനീസ് ഒക്കെ എഴുതിയിരിക്കുന്നത്, മിഡ് ബേസ് ട്രിപ്പിൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ചൈനീസാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതൊരു 3-വേ ടോൺ കൺട്രോൾ ബോർഡാണ്. ഇവിടെ വോളിയം, ഇത് ട്രിബിൾ, ഇത് മിഡ് റേഞ്ച്, അതുപോലെ തന്നെ ഇത് ബേസ്, അങ്ങനെ 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് 50Kയുടെ വോളിയം കൺട്രോളൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പേര് പോലും മറന്നുപോയി, കുറേ നാളെ ഈ ഒരു ഇതിലൊന്നും ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് തന്നെ. അതേസമയം 999 രൂപയ്ക്ക് സെയിം പ്രോഡക്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓപ്പാം എന്ന് പറഞ്ഞാൽ NE5532 എന്ന് പറയുന്ന ഒരു ഓപ്പാമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രാൻഡോ കാര്യങ്ങളൊന്നുമില്ല, RES52 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതിനകത്തും ബ്രാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റോറിൻ്റെ പേര് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രൂപ കൊടുത്തേക്ക് നിങ്ങളൊരു 3-വേ ടോൺ കൺട്രോൾ ബോർഡ്, അതും ബ്രാൻഡൊന്നും അല്ലാത്തത് വാങ്ങുമോ എന്നുള്ളത് തികച്ചും പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ നമ്മളിതിപ്പം വാങ്ങിച്ചതുകൊണ്ട് റിവ്യൂ ചെയ്യുന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. നമ്മളെന്തായാലും ഈ ഒരു വീഡിയോയിൽ തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് റിവ്യൂസേ ഉള്ളൂ, എങ്കിലും അതൊരു വലിയ നല്ല റിവ്യൂസ് അല്ല. എല്ലാവരും ഹമ്മിങ് റിവ്യൂ പറയുന്നുണ്ട്. പ്രോഡക്റ്റ് കൊണ്ട് വർക്കിംഗ് അത് ചിലപ്പോൾ ഡാമേജ് ആയിരിക്കാം. ഇതിനകത്ത് പ്രോപ്പർ ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ ഹമ്മിങ് വരും എന്നുള്ളത് അത് തീർച്ചയായിട്ടും എനിക്ക് വന്നിട്ടുണ്ട്. ഹമ്മിങ് ഇഷ്യൂ ആണ്, അധികം റിവ്യൂസും ഇല്ല. 3.2 മാത്രമാണ് എൻ്റെ റിവ്യൂ വന്നിട്ടുള്ളത്, റേറ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇതിന് ഹമ്മിങ് നോയ്സ്, ഗ്രൗണ്ടിങ് അല്ലായിരുന്നെങ്കിൽ, ഗ്രൗണ്ടിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഹമ്മിങ് നോയ്സ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഈ നല്ല രീതിയിൽ ട്രിബിൾ, മിഡ്, ബേസ് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ വയറും കണക്ടേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നതിനകത്താണെങ്കിലും ഒരു കണക്ടേഴ്സ് വരുന്നുണ്ട്, കേബിളും വരുന്നുണ്ട്, RMC കണക്ടേഴ്സ്. ഇത് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള RMC കണക്ടർ, തിരിച്ചാണ്. അപ്പോൾ ഇത് സിംഗിൾ സപ്ലൈ DC-യിലാണ് വർക്ക് ചെയ്യുന്നത്, 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഓഡിയോ ഇൻപുട്ട് വരുന്നത്, റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ക്ലാസ് D ആംപ്ലിഫയർ ഒക്കെ നിങ്ങൾ വീട്ടിൽ DIY പ്രോജക്റ്റായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ടൈപ്പ് കണക്ടേഴ്സ് ആയിരിക്കും നോർമലി ക്ലാസ് B ബോർഡിലും വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഓഡിയോ ഇൻപുട്ടാണ്. പറഞ്ഞാൽ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെയാണ് ഇതിൻ്റെ കണക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് തിരിച്ച് ഊരാം. ബോർഡിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. വലിയ സൈസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വോളിയം കൺട്രോൾ നോബ്സ് പ്ലാസ്റ്റിക് നോബ്സ് ആണ് അവർ അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ബോക്സി ടൈപ്പ് വോളിയം കൺട്രോളാണ്, ഡുവൽ വോളിയം കൺട്രോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50 കേടയാണ് എല്ലാത്തിനും, വോളിയത്തിനും അതുപോലെ തന്നെ ബേസും ഇട്ടിട്ടുള്ള എല്ലാം സെയിം കൺട്രോളേഴ്സാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ വലിയ ഭയങ്കരമായ ക്വാളിറ്റി ഉള്ള കോമ്പണൻസ് ആണ് എനിക്ക് തോന്നുന്നില്ല. 2 ഓപ്പാമ്പാണ്. അപ്പം ബേസും മിഡ് ട്രിപ്പിളിന് 3 ഓപ്പാമ്പുകളൊക്കെ വരുന്ന നല്ല ഫിൽറ്ററിംഗ് ഉള്ള 3-way ടോൺ കൺട്രോൾ ബോർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് 1 വർഷം മുമ്പൊക്കെ നമ്മളത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കോമ്പണൻസ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കോമ്പണൻസ് ഉണ്ട്. ഒരു റെഡ് LED ഇവിടെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ NE 5532P എന്ന് പറയുന്ന 2 ഓപ്പാമ്പാണ്. അങ്ങനെ ബേസും മിഡ് ട്രിപ്പിളിന് 3 ഓപ്പാമ്പായിരുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ചെയ്തിട്ടുള്ളൊരു കറക്റ്റായിട്ട് എക്സാക്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടിയേനെ. ഒരു ഗ്ലാസ് എപ്പോക്സി PCB ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സോൾഡർ ചെയ്യുന്ന ഭാഗം കാണാൻ കഴിയും. സോൾഡർ ചെയ്താണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ തന്നെ. പക്ഷേ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഓൾറെഡി പറഞ്ഞല്ലോ, വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ നമ്മൾ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂട്ടായിരിക്കും വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഓഡിയോ സോഴ്സായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് പ്ലെയർ ആണ്. ആക്ച്വലി നമ്മുടെ ടാബിൽ ബ്ലൂടൂത്തിൽ ഇതിൽ പെയർ ആയിട്ടുണ്ട്. ഇതിനാണെങ്കിൽ നമുക്കൊരു ഹെഡ്ഫോൺ ഔട്ട്പുട്ട് ഉണ്ട്, ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. അതുവഴി ഞാൻ നമ്മുടെ ഈ ഒരു RC കേബിളിൽ ഇവിടെ കാണാൻ കഴിയും. നമുക്കിവിടെ അങ്ങനെയുള്ള സെറ്റപ്പ് ഈ പറഞ്ഞാൽ RC പോർട്ടൊന്നും കയ്യിലിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു പോർട്ട് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് കാണാം. അപ്പം അതിൽ ഞാൻ സോൾഡർ ചെയ്ത് വയർ ഉപയോഗിച്ച് ഇതിലേക്ക് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് അതുപോലെ വയർ ഉപയോഗിച്ച് വേറൊരു RC കേബിളിലേക്ക് സോൾഡർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വാൽവ് ആംപ്ലിഫയറിൽ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതിനകത്തൊരു ടോൺ ബോർഡ് ഉണ്ട്. പക്ഷേ നമുക്കത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ആംപ്ലിഫയറിൽ തന്നെ ടോൺ ബോർഡ് ബൈപ്പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓൺ ഓഫ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഓഡിയോ ആണ് ആംപ്ലിഫയർ സെഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന ബ്ലൂടൂത്ത് വരുന്ന ഓഡിയോ ഇതിൽ വന്നിട്ട് ഇതിൽ നിന്ന് നേരെ നമ്മുടെ ടോൺ ബോർഡിലേക്ക് പോകുന്നു. ടോൺ ബോർഡിൽ നിന്നും ആംപ്ലിഫയറിലേക്കും സ്പീക്കറിലേക്കും വരുന്നു. ഇതിന് നമുക്ക് 24 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് 18 വോൾട്ട് പവർ സപ്ലൈ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു പവർ അഡാപ്റ്റർ നമ്മുടെ ഉണ്ടായിരുന്നു. 18 അല്ല, സോറി, 19.5 വോൾട്ട്. ഞാൻ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കി, DC വോൾട്ടേജ് കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോർഡ് ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചു. ഇത്രയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഓഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കോപ്പറേറ്റ് അടിക്കും ഈ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നോൺ കോപ്പറേറ്റ് സോങ് ഇട്ടും പ്ലേ ചെയ്യാം. പിന്നെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും എല്ലാ പ്രാവശ്യം പറയുന്നതിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും പ്ലേ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനെല്ലാം കണക്ട് ചെയ്ത് പെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ടോൺ ബോർഡ് ബൈപ്പാസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൺട്രോളിംഗ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഇതിൻ്റെ ട്രിബിളാണ്, ഇതിൻ്റെ മിഡും ഇതിൻ്റെ ബേസും ആയിട്ടാണ് വരുന്നത്. എല്ലാം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ്. വോളിയം കൂട്ടാം. ട്രിബിള്, മിഡ്, ബേസ്. ഓക്കെ, അപ്പോൾ ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് അടിക്കും. അപ്പം അങ്ങനെ നമുക്ക് 3-way ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഒരു നോൺ കോപ്പറേറ്റ് സോങ് പ്ലേ ചെയ്യാം. ഇനി നമുക്ക് നോൺ കോപ്പറേറ്റ് സോങ് പ്ലേ ചെയ്യാം. ചെറിയൊരു നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നില്ല, ചെറിയ രീതിയിൽ വരുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ വയറൊക്കെ ഇട്ട് സോൾഡർ ചെയ്തേക്കുന്ന ഗ്രൗണ്ടിങ് ഒന്നും പ്രോപ്പർ ആകത്തോണ്ടായിരിക്കാം ആ ഒരു നോയ്സ് വരുന്നത്. പിന്നെ ഒരു നോയ്സ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഹീറ്റർ ഓൺ ആയതിൻ്റെയാണ്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് നോൺ കോപ്പറേറ്റ് സോങ് പ്ലേ ചെയ്യാം. ഇപ്പം ബേസ് മിഡ് ട്രിബിൾ എല്ലാം കുറഞ്ഞിട്ടിരിക്കുകയാണ്. ബേസ് ഒന്ന് കൂട്ടാം. ട്രിബിൾ ഒന്ന് കൂട്ടാം. മിഡ് ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് ബേസ് മിഡ് ട്രിബിൾ കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ കൂടുന്നുണ്ട്. ആ ഒരു വോക്കൽ മിഡ് കൂട്ടിയപ്പോൾ കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇവിടെ ട്രിബിളാണ്, അത് കൃത്യമായിട്ട് കൂടുന്നുണ്ട്.
ബേസും കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വാൽവ് ആംപ്ലിഫയറിൻ്റെ ക്വാളിറ്റിയിലുള്ളൊരു ട്യൂണിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം നേരിട്ട് ഞാനിത് കേൾക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വാങ്ങിച്ചൊരു ബോർഡ് എന്നുള്ള രീതിയിൽ വർക്കിംഗ് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മൂന്നും കൂടെ ഒരുപോലെ ഒന്ന് കൂട്ടി നോക്കാം. ബേസും വീണ്ടും ട്രിബിളും. ട്രിബിൾ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ 3-way ടോൺ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞത്. റിവ്യൂവിൽ പറഞ്ഞാൽ തന്നെ ഗ്രൗണ്ടിങ് ഇല്ലാത്ത പക്ഷം ഹമ്മിങ് ചെറിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ട്യൂണിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വാക്യൂം ട്യൂബ് ആംപ്ലിഫയർ, അതുപോലെ തന്നെ യമഹയുടെ ആംപ്ലിഫയർ, സോണി ഫിലിപ്സിൻ്റെ ഒറിജിനൽ ആംപ്ലിഫയർ നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്യൂണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പക്കാ ട്യൂണിംഗ് ആണ്. നല്ല രസമാണ് അതിനകത്ത് പാട്ട് കേൾക്കാനായിട്ടൊക്കെ തന്നെ. അപ്പോൾ അത്രയ്ക്കൊന്നും വരുന്നില്ലെങ്കിൽ പോലും ബേസിക്കായിട്ട് ഉള്ള കറക്റ്റ് ട്രിബിൾ സെപ്പറേറ്റ് ആയിട്ട് കൂടുന്നു. കാരണം ട്രിബിൾ കൂടുമ്പോൾ നമുക്ക് വോക്കൽ കൂടും, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. 100% പറയുന്നില്ലെങ്കിൽ പോലും ഒരു ഡിഫൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് കൂടുന്നുണ്ട്. മിഡ് ആണെങ്കിലും മിഡ് കൂട്ടുന്ന സമയത്ത് മിഡ് തന്നെയാണ് കൂടി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വാരിയെടുത്ത പോലെ തന്നെ ട്രിബിളും ബേസും ഒന്നും കയറി വരുന്നില്ല. ബേസും അതുപോലെ തന്നെയാണ്. ഭയങ്കരമായ ബേസൊന്നും ഫീൽ ചെയ്ത് മേ ബി ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം. ഒരു ചെറിയ ബോക്സിലാണ് ടെസ്റ്റ് ചെയ്തത്, അതുകൊണ്ടായിരിക്കാം. എന്തായാലും വലിയ ബോക്സിലും വലിയ ആംപ്ലിഫയറിലും കണക്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഡിവൈഡ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ബേസ് മീറ്റർ ട്രിബിൾ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത്രയൊക്കെയുള്ള ഇതിനെപ്പറ്റി പറയാനായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 3-way ടോൺ കൺട്രോൾ ബോർഡ്, ചൈനീസ് മെയ്ഡായിട്ടുള്ള 3-way ടോൺ കൺട്രോൾ ബോർഡിൻ്റെ റിവ്യൂ ആണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ 2 തവണ ഒന്ന് ചിന്തിച്ചിട്ട് വാങ്ങുക. യൂട്യൂബിലൊക്കെ ഉള്ള മറ്റ് റിവ്യൂസ് കണ്ടിട്ട് മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ബോർഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നല്ല റിവ്യൂസ് ഉള്ളത്, റേറ്റിംഗും റിവ്യൂസൊക്കെ ഉള്ളത് നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷനും അല്ലെങ്കിൽ റിട്ടേൺ റീഫണ്ടും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ് ഏത് ടൈപ്പ് ബോർഡ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ വാങ്ങി. എനിക്കിതിപ്പോൾ 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ 1.5 വർഷമായില്ല, 1 വർഷത്തിൽ പുറത്ത് എന്തായാലും ആയി ടെസ്റ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ റിട്ടേൺ പോളിസി ഒന്നുമില്ല. പക്ഷേ എന്തായാലും ഇത് വെച്ചിട്ട് എന്തായാലും ഒരു ആംപ്ലിഫയർ ചെയ്യും. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.